അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ, തിരൂർ, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ നവീകരിച്ചത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നിലമ്പൂർ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ പ്രവൃത്തിയും, തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.55 കോടിയുടെ പ്രവൃത്തിയും, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപയുടെ പ്രവൃത്തിയുമാണ് പൂർത്തീകരിച്ചത്. ആധുനിക യാത്രാ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സഞ്ചാര മേഖലകൾ, മികച്ച നിലവാരമുള്ള സ്റ്റേഷൻ, യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കിയാണ് ഈ സ്റ്റേഷനുകൾ നവീകരിച്ചത്. സ്റ്റേഷനുകളുടെ മുൻവശം, കാത്തിരിപ്പ് സൗകര്യങ്ങൾ, ലൈറ്റിംഗ്, യാത്രാ വിവര സംവിധാനങ്ങൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഷൊർണൂർ നിലമ്പൂർ ബ്രാഞ്ച് ലൈനിന്റെ ടെർമിനൽ സ്റ്റേഷനായ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ 16.44 കോടി രൂപ ചിലവിലാണ് നവീകരിച്ചത്. നവീകരിച്ച സ്റ്റേഷൻ കെട്ടിടം, നവീകരിച്ച മുൻഭാഗം, മികച്ച സമീപന റോഡുകൾ, പാർക്കിംഗ് ഏരിയ, പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, ഇരിപ്പിടങ്ങൾ, ലൈറ്റിംഗ്, യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ നവീകരണ പ്രവൃത്തിയിൽ ഉൾപ്പെടും. നിലമ്പൂരിൽ പ്രതിദിനം ശരാശരി 6489 യാത്രക്കാർ എത്തുന്നുണ്ട്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന അമൃത് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ PV അബ്ദുൽ വഹാബ് MP, ആരണൻ ഷൌക്കത്ത് MLA, നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ്, കൌൺസിലർമാരായ ഷേർലി മോൾ, P വിജയനാരായണൻ, സ്റ്റേഷൻ മാനേജർ സുനിത തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചന, ഉപന്യാസ രചന മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനം വിതരണം ചെയ്തു. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ, ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ, MES മമ്പാട് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.